മാത്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എടുക്കാൻ പോകുന്നതാണ് ഡിറ്റർമിനൻസിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള അഡ്ജോയിൻറ്റും അതുപോലെ തന്നെ ഇൻവേഴ്സും. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു എങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനൻ്റെ മൈനർ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ കോഫാക്ടർ കണ്ടുപിടിക്കുക. ഇനി ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ടേമാണ് അഡ്ജോയിൻറ്റ് ഓഫ് എ മെട്രിക്സ്. അഡ്ജോയിൻറ്റ് എന്നാൽ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. അഡ്ജോയിൻറ്റ് ഈസ് ദി ട്രാൻസ്പോസ് ഓഫ് എ കോഫാക്ടർ മെട്രിക്സ്. ഒരു കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണെന്ത്? അഡ്ജോയിൻറ്റ്. അത് തിരിച്ചും പറയാം, കോഫാക്ടർ ഈസ് ദി ട്രാൻസ്പോസ് ഓഫ് അഡ്ജോയിൻറ്റ്. റെഡി? ഒന്ന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ, ഒരു തമാശ രീതിയിൽ പറയുകയാണെങ്കിൽ, അഡ്ജോയിൻറ്റും കോഫാക്ടറും തമ്മിൽ ഒരു തല തിരിഞ്ഞ ബന്ധമാണ്. റെഡി? അഡ്ജോയിൻറ്റും കോഫാക്ടറും എന്ത് ബന്ധമാണ്? ഒരു തല തിരിഞ്ഞ ബന്ധമാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു മെട്രിക്സ് തരാണ്, എ എന്നൊരു മെട്രിക്സ് തരാണ്, 1 2 -3 5. റെഡി? എനിക്കിതിൻ്റെ അഡ്ജോയിൻ്റ് പഠിക്കണം. അഡ്ജോയിൻ്റ് ഷോർട്ട് ആക്കിയിട്ട് ADJ എന്ന് പറയാം. ഇതിൻ്റെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കോഫാക്ടർ അറിയണം. കോഫാക്ടർ അറിയാൻ നമുക്ക് എന്തറിയണം? മൈനർ അറിയണം. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? മൈനർ പഠിക്കുക. അപ്പോൾ 1ൻ്റെ മൈനർ എന്താണ്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മൈനർ. എങ്ങനെ 1 മൈനർ പഠിക്കുക? അതിൻ്റെ റോയും കോളും ഡിലീറ്റ് ചെയ്യുക. ബാക്കി എന്താണുള്ളത്? 5. ദെൻ വാട്ട് ഇസ് ഇറ്റ്സ് കോഫാക്ടർ? ആൻസർ തരാം. 5 ആണോ -5 ആണോ? അതെങ്ങനെ മനസ്സിലാക്കുക? സം ഓഫ് പൊസിഷൻ. ഈ പൊസിഷൻ സം എത്ര നോക്കുക? 1 + 1 2. അത് ഇവൻ നമ്പറാണ്. ഇവൻ നമ്പർ ആണെങ്കിൽ സെയിം നമ്പർ എടുത്ത് ചെയ്താൽ, സമ്മ് ഓഡ് നമ്പർ ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് നമ്പർ എടുത്ത് ചെയ്താൽ. നമുക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. ഇപ്പോൾ എന്താ ആൻസർ? 5. സോ കോഫാക്ടർ ഈസ് 5. നെക്സ്റ്റ് 2. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 2ൻ്റെ മൈനർ. അപ്പോൾ അതിൻ്റെ റോയും കോളും ഡിലീറ്റ് ചെയ്താൽ -3. അതിന് കോഫാക്ടർ എന്തരാ? -3 എന്നാണോ അല്ലെങ്കിൽ +3 എന്നാണോ? അതിനെന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ പൊസിഷൻ ആഡ് ചെയ്യുക. 1 + 2 എത്രയാണ്? 3 ആണ്. ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആണ്. ഈ സം ഓഫ് പൊസിഷൻ ഈസ് ഓഡ് നമ്പർ. സോ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്പർ, ഓപ്പോസിറ്റ് സൈൻ എന്താ? -3ൻ്റെ +3. അപ്പോൾ അതും കഴിഞ്ഞു. നെക്സ്റ്റ് -3ൻ്റെ മൈനർ, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മൈനർ. സോ അതിൻ്റെ റോ ഒഴിവാക്കി കോൾ ഒഴിവാക്കി ബാക്കി എന്താ ഉള്ളത്? 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ A21 എന്താ? +2 എന്നാണോ -2 എന്നാണോ? ഇതിൻ്റെ സം എത്രയാണ്? 3. ഓഡ് നമ്പറാണ്. അപ്പോൾ എന്താ ആൻസർ വരാം? -2. നെക്സ്റ്റ് 5ൻ്റെത്, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 5ൻ്റെ മൈനർ എത്രയാണ്? 1 ആണ്. ഇപ്പോൾ A22 എത്ര കിട്ടി? A22 എത്ര വരും ആൻസർ? സം ഓഫ് പൊസിഷൻ എത്രയാണ്? ഇവൻ നമ്പറാണ്. ഇവൻ നമ്പറാണ്, സെയിം നമ്പർ എടുത്ത് ചെയ്താൽ 1. അപ്പോൾ എനിക്കെന്ത് കിട്ടി? ദെയർഫോർ കോഫാക്ടർ ഓഫ് A ഈക്വൽ ടു എന്തായാലും കോഫാക്ടർ വരാം? 5 3 -2 1. 5 3 -2 1. കോഫാക്ടർ കിട്ടി. ഇനി അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ സിമ്പിളാണല്ലോ. എന്താ അഡ്ജോയിൻ്റ്? എന്താ? ADJ ഓഫ് A. നമുക്കറിയാം അഡ്ജോയിൻറ്റും കോഫാക്ടറും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഒരു തല തിരിഞ്ഞ ബന്ധം. ഇതിനെ തല തിരിച്ച് ചെയ്താൽ എങ്ങനെ? ഈ 5 3 ഈ -2 1 ഇങ്ങനെ നേരെയുള്ള ആൾക്കാരെ കുത്തനെ ചെയ്താൽ ട്രാൻസ്പോസ് എടുക്കുക. 5 3 -2 1. റെഡി? ഇതാണെന്ത്? ട്രാൻസ്പോസ്, അഡ്ജോയിൻ്റ് ഓഫ് A. ഇനി നമ്മൾ ഇങ്ങനെയൊന്നും കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അഡ്ജോയിൻ്റ് മനസ്സിലായി. എന്താണ് അഡ്ജോയിൻ്റ്? ആരെ ട്രാൻസ്പോസ് ആണ്? കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് ആണ്. തിരിച്ചും പറയാം കേട്ടോ. എങ്ങനെ? നിങ്ങൾക്ക് അഡ്ജോയിൻ്റ് ഒന്നു കോഫാക്ടർ കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കുക. എങ്ങനെ? ട്രാൻസ്പോസ് എടുത്താൽ മതി. സോ അഡ്ജോയിൻറ്റും കോഫാക്ടറിനുള്ള ബന്ധം എന്താണ്? ഒരു തല തിരിഞ്ഞ ബന്ധമാണ്. ക്ലിയർ? നെക്സ്റ്റ്, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു മെട്രിക്സ് തന്നു, ഒരു A എന്ന മെട്രിക്സ് തന്നു, ABCD ഇങ്ങനെ മെട്രിക്സ് തന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് അഡ്ജോയിൻ്റ് A കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ കിട്ടും. ചെയ്യേണ്ട കാര്യം, ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്? ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക. ഡയഗണൽ എലമെൻറ്റ്സ് ഇതാണ്. ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഓപ്പോസിറ്റ് സൈൻ
എഴുതിയാൽ മതി. ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ എയും ഡിയും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുക. എ ഡീൻ്റെ അവിടെയും ഡി എൻ്റെ അവിടെയും. ഇവിടെ ഡി, ഇവിടെ എന്താണ് എ. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്? ഓപ്പോസിറ്റ് സൈന്. സോ ഇവിടെ പോസിറ്റീവ് ബി ആണെങ്കിൽ നെഗറ്റീവ് ബി, ഇവിടെ പോസിറ്റീവ് സി ആണെങ്കിൽ നെഗറ്റീവ് സി. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, എ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അഡ്ജോയിൻ്റ് ഓഫ് എ എന്തായി വരിക? അഡ്ജോയിൻ്റ് ഓഫ് എ. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടില്ലേ? ഇതാ ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക. 1ഉം 5 ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇവിടെ 5, ഇവിടെ 1. ഇനി ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ത് ചെയ്യേണ്ടത്? ഓപ്പോസിറ്റ് സൈന്. ഇവിടെ +2 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈന് -2. ഇവിടെ എന്താ ഉള്ളത്? -3 ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? +3. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇത് മനസ്സിലാക്കിയാൽ മതി. സോ എന്ത് മനസ്സിലായി? ഒരു 2x2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഒന്നുമില്ല. എന്താ ചെയ്യേണ്ടത്? ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? അഡ്ജോയിൻ്റ് എന്താണ്? കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് ആണ്. പിന്നെ ഒരു 2x2 മെട്രിക്സ് എന്നാൽ അതിൽ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് എന്താണ്? ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. ക്ലിയർ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു 3x3 മെട്രിക്സ് എന്നാൽ എങ്ങനെയാണ് അതിൽ നിന്ന് നമുക്ക് അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുക? ഫോർ എക്സാമ്പിൾ ഒരു 3x3 മെട്രിക്സ് ആണ്. എന്നൊരു മെട്രിക്സ് ഇവിടെ ഇതാണ് 1 2 0 1 1 2 1 0 1. ഒരു സിമ്പിളായിട്ടുള്ളൊരു മെട്രിക്സ് ആണ് ഇത്. ഇതിൽ നിന്ന് എങ്ങനെയാണ് അഡ്ജോയിൻ്റ് പിടിക്കുക? നേരത്തെ പോലെ ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. അതിവിടെ നടക്കില്ല. റെഡി? ഇവിടെ ചെയ്യേണ്ട കാര്യം നമ്മൾ ഓരോന്നിൻ്റെയും മൈനർ കണ്ടുപിടിക്കുക, അതിൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടാവും. റെഡി? ചെയ്യണം നമുക്ക് ചെയ്യാം. ഒന്ന് നോക്കുക. ഫസ്റ്റ് 1 എടുക്കുക, അതിൻ്റെ മൈനർ കണ്ടുപിടിക്കുക, അപ്പോൾ അതിൻ്റെ കോഫാക്ടർ. പിന്നെ 2 എടുക്കുക, അതിൻ്റെ മൈനർ കണ്ടുപിടിക്കുക, അതിൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കുക. 0 എടുക്കുക, മൈനർ കണ്ടുപിടിക്കുക, കോഫാക്ടർ. അങ്ങനെ ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കൊരു കോഫാക്ടർ മെട്രിക്സ് കിട്ടും. പിന്നെ അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. റെഡി? അപ്പോൾ ഇതൊന്നും ചെയ്യണ്ട. ഇതൊന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുക? ഇവിടെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാനല്ല ട്രിക്കുള്ളത്. 2x2 മെട്രിക്സിൽ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ ട്രിക്കുണ്ട്. 3x3 മെട്രിക്സിൽ കോഫാക്ടർ കാണാനാണ് ഇക്വേഷൻ ട്രിക്കുള്ളത്. കോഫാക്ടർ. 2x2 മെട്രിക്സിൽ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ ട്രിക്കുണ്ട്. 3x3 മെട്രിക്സിൽ എന്ത് കാണാൻ ട്രിക്കുള്ളത്? കോഫാക്ടർ. ആ ട്രിക്കാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. 1 2 0. ഇതൊരു ബ്രെഡ് പോലെ ചിന്തിക്കുക. ഇതൊരു ബ്രെഡാണ്. ബ്രെഡ്. അപ്പോൾ ഈ ബ്രെഡ് ഇവിടെ ഒരു ബ്രെഡ് വെക്കുക, ഇവിടെ ബ്രെഡ്, ഇവിടെ ബ്രെഡ്, ഇവിടെ ബ്രെഡ്. അങ്ങനെ 4 സെക്ഷനായിട്ട് ബ്രെഡ് വെക്കുക. റെഡി? ഓക്കെ. 1 2 0 1 1 2 1 0 1 1 2 0 1 1 2 1 0 1 1 2 0 1 1 2 1 0 1 1 1 2 0 1 1 2 1 2 0 1 1 2 1 1 0. ഇങ്ങനെ 4 ബ്രെഡ് വെച്ചു. എന്നിട്ട് അതിൻ്റെ ആ ബ്രെഡിൻ്റെ ഔട്ടർ വാൾ കട്ട് ചെയ്യുക. റെഡി? ഇനി സിമ്പിളാണ്. നോക്കുക. അവിടെ എന്താ കാണുന്നത്? ആ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കറിയാലോ 1 × 1 1 മൈനസ് 0 × 2 0. സോ എന്ത് കിട്ടി ആൻസർ? 1 - 0 1 കിട്ടി. നെക്സ്റ്റ് ഇതാ 2 × 1 2 മൈനസ് 1 × 1 1 2 - 1 1. നെക്സ്റ്റ് 1 × 0 0 മൈനസ് 1 × 1 1 0 - 1 -1. അത് കഴിഞ്ഞു. നെക്സ്റ്റ് താഴത്ത് 0 - 2 -2 1 - 0 1 2 - 0 2 2 × 4 4 - 0 4 0 - 2 -2 1 - 2 -1. റെഡി? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോഫാക്ടർ കിട്ടി. ഇപ്പോൾ 3x3 മെട്രിക്സ് എന്നാൽ അതിൽ നിന്ന് കോഫാക്ടർ കണ്ടുപിടിക്കാൻ ഇതുപോലെ ചെയ്താൽ മതി. റെഡി? ഇനി നമുക്ക് എന്ത് കിട്ടും? അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാമല്ലോ. എന്താ അഡ്ജോയിൻ്റ്? കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് അല്ലേ? കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് ആണ് എന്ത്? അഡ്ജോയിൻ്റ്. ഇതാ
ഞാൻ നേരെയുള്ള ആൾക്കാരെ കുത്തനെ ഇതാ 1 1 -1 -2 1 2 4 -2 -1. ഇതാണെന്ത് അഡ്ജോയിൻ്റ് എ. അപ്പോൾ 2x2 മെട്രിക്സിൽ അഡ്ജോയിൻ്റ് എ കണ്ടുപിടിക്കാൻ ട്രിക്ക് ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. 3x3ലാണെങ്കിലോ നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്ക് അവിടെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാനുള്ള ട്രിക്കുള്ള എന്ത് കണ്ടുപിടിക്കാൻ ട്രിക്കുള്ളത്? കോഫാക്ടർ. നമ്മൾ 4 ബ്രെഡ് വെക്കുക, അതിൻ്റെ ഔട്ടർ വാൾ കട്ട് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോഫാക്ടർ കിട്ടും. കോഫാക്ടർ കിട്ടിയാൽ പിന്നെ നമുക്ക് എന്ത് കിട്ടും? അഡ്ജോയിൻ്റ് കിട്ടും. സിമ്പിളാണ്. എങ്ങനെ ചെയ്താൽ മതി? ട്രാൻസ്പോസ് എടുത്താൽ മതി. റെഡി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൊരു പ്രോപ്പർട്ടി ഈ നോട്ടാക്കി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 2 പോയിൻ്റാണ് പറയുന്നത്, അതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ, എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ, അല്ലെങ്കിൽ തിരിച്ച് പറയുകയാണെങ്കിലും അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ, എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ അല്ലെങ്കിൽ അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ. അതിൻ്റെ ആൻസറാണ് ഡിറ്റർമിൻഡ് എ ഇൻറ്റു ഐ. എന്താണ്? ഡിറ്റർമിൻഡ് എ ഇൻറ്റു ഐ. ചിലപ്പോൾ ഇത് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക വെച്ചാൽ നിങ്ങൾക്കൊരു എ തരും, ഒരു സിമ്പിളായിട്ട് 1 2 3 4. ദെൻ പ്രൂവ് ദാറ്റ് ഈ കണ്ടീഷൻ തരും. പ്രൂവ് ദാറ്റ് ദിസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, നമുക്ക് എ അറിയാം, എ അറിയാലോ. പിന്നെ അഡ്ജോയിൻ്റ് എ കണ്ടുപിടിച്ചൂടെ? എന്താ അഡ്ജോയിൻ്റ് എ? 2x2 ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക. 4 1. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഓപ്പോസൈഡ് -2 -3. ഇനി എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ കണ്ടുപിടിക്കാറില്ലേ? അറിയാം. എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ. ഇതാ എ എന്താണ്? 1 2 3 4. അഡ്ജോയിൻ്റ് എ എന്താണ്? 4 -2 -3 1. റെഡി? ഇത് 2 സിംപ്ലിഫൈ ചെയ്യാറിയാലോ. എന്താ ആൻസർ വരാം? ഇതെന്താണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നിങ്ങൾക്ക് അറിയുന്നതാണ്. ഫുൾ ജാർ സോഡ ഉണ്ടല്ലേന്നോ? 1 × 4 4 പ്ലസ് -6 സോ -2. നെക്സ്റ്റ് 1 × -2 0. നെക്സ്റ്റ് 3 × 4 12 പ്ലസ് -12 0. 3 × -6 പ്ലസ് 4 -2. അപ്പോൾ എന്ത് കിട്ടി? എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ കിട്ടി. നെക്സ്റ്റ് എന്ത് ചെയ്യാം? അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ കണ്ടുപിടിക്കുക. അഡ്ജോയിൻ്റ് എ എന്താണ്? 4 -2 -3 1 1 2 3 4 ഇതാ. അത് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടുക? -2 0 0 -2 കിട്ടും. റെഡി? അപ്പോൾ അതും കിട്ടി. അപ്പോൾ ഈ 2 ആൻസർ സെയിം ആയി. ഇനി ഡിറ്റർമിൻഡ് എ ഇൻറ്റു ഐ. എന്താ ഡിറ്റർമിൻഡ് എ ഇൻറ്റു ഐ? ഡിറ്റർമിൻഡ് എ. അപ്പോൾ ഡിറ്റർമിൻഡ് എ എന്താണ് പിടിക്കുക? ഡിറ്റർമിൻഡ് 1 2 3 4. ക്രോസ് മൾട്ടി എന്താണ്? നമുക്ക് ഡിറ്റർമിൻഡ് പിടിക്കാറല്ലോ. 4 -6 എന്ന് കിട്ടി. -2 കിട്ടി. ഈ ഡിറ്റർമിൻഡ് എ ഇൻറ്റു ഐ. എന്താ ഡിറ്റർമിൻഡ് എ ഇൻറ്റു ഐ? -2 ഇൻറ്റു ഐ. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് നമ്മൾ പഠിച്ചാണ്. എന്താണ്? 1 0 0 1 മൾട്ടിപ്ലൈ ചെയ്യുക. -2 0 0 -2. അപ്പോൾ എല്ലാം സെയിം അല്ലേ? അല്ലേ? എ ഇൻറ്റു അഡ്ജോയിൻ്റ് എൻ്റെ ആൻസറും അഡ്ജോയിൻ്റ് എ ഇൻറ്റു എൻ്റെ ആൻസറും ഡിറ്റർമിൻഡ് എ ഇൻറ്റു ഐൻ്റെ ആൻസർ എന്താണ്? എല്ലാം ഈക്വലാണ്. അതുകൊണ്ട് നമുക്കെന്ത് പറയാം? ഹെൻസ് പ്രൂവ്ഡ്. റെഡി? ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവുക? ഇതൊരു നോട്ട്സ് ആണെന്നാണ്. എ ഇൻറ്റു അഡ്ജോയിൻ്റ് എയും അഡ്ജോയിൻ്റ് എ ഇൻറ്റു എയും ആൻസർ ആരോട് ഈക്വൽ ആയിരിക്കും? ഡിറ്റർമിൻഡ് എ ഇൻറ്റു ഐനോട് ഈക്വലാണ്. അത് തിയറിയാണ്, അത് കാണാൻ പഠിക്കാനുള്ളതാണ്. റെഡി? അതാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് നോക്കുക. നെക്സ്റ്റ് ഒരു തിയറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അഡ്ജോയിൻ്റ് എൻ്റെ എന്താണ്? അഡ്ജോയിൻ്റ് എൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ. അഡ്ജോയിൻ്റ് എൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് എ റേസ് ടു n-1 ആണ്. അഡ്ജോയിൻ്റ് എൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്നാണ് ഡിറ്റർമിനൻ്റ് എ റേസ് ടു n-1 എന്ന ഓർഡർ, അല്ലെങ്കിൽ n ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഓർ നമ്പർ ഓഫ് കോളംസ്. റെഡി? ഈ 2 തിയറി എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. റെഡി? ഈ 2 തിയറി അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എന്നാൽ നമുക്ക് ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യാം ഈ സംഭവങ്ങൾ. ക്ലിയർ അല്ലേ? സോ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ എന്താണ്? ഡിറ്റർമിനൻ്റ് എ റേസ് ടു n-1. ഇവിടെ n എന്താണ്? ഓർഡറാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസ് എന്നാണ്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എ എന്ന മെട്രിക്സിലാണ് 1 2 3 0 1 1 1 4 3. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റേസ് ടു ഇവിടെ എന്താ ഡിറ്റർമിനൻ്റ് എ റേസ് എന്താ തരാം ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഇസ് ഈക്വൽ ടു ഡാഷ് ഡാഷ്. ഓപ്ഷൻ എ ഡിറ്റർമിനൻ്റ് എ റേസ് ടു ഡിറ്റർമിനൻ്റ് എ, ബി ഡിറ്റർമിനൻ്റ് എ ക്യൂബ് എ സ്ക്വയർ, ഓപ്ഷൻ സി ഡിറ്റർമിനൻ്റ് എ ക്യൂബ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിലേത് ആൻസർ? അഡ്ജോയിൻ്റ് ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഇസ് ഈക്വൽ ഡാഷ്. എന്താ ആൻസർ ഏതാ? ഡിറ്റർമിനൻ്റ് എ ആണോ, ഡിറ്റർമിനൻ്റ് എ സ്ക്വയർ എന്നാണോ, ഡിറ്റർമിനൻ്റ് എ ക്യൂബ് എന്നാണോ? നമുക്കറിയാം എന്താണ് ഡിറ്റർമിനൻ്റ് എ റേസ് ടു n - 1. n എന്താണ്? ഇതിൻ്റെ ഓർഡർ അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസ്. എത്ര റോസ് ഉണ്ട്? 1 2 3. സോ എന്താ ആൻസർ? ഡിറ്റർമിനൻ്റ് എ റേസ് ടു 3 - 1 എത്ര കിട്ടും? 2 എന്ന് കിട്ടും ആൻസർ. സോ ഡിറ്റർമിനൻ്റ് 3 - 1 വരും. ഡിറ്റർമിനൻ്റ് എ റേസ് ടു 3 - 1 എന്താ ആൻസർ ഏതാ? ബോയ്. കേട്ടില്ലേ? ഈ ലെവലിലുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് ചോദിക്കുക. ഇത് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ നമ്മളൊരു മെട്രിക്സ് എന്ന ചാപ്റ്ററിൽ ബൈ എലമെൻ്ററി ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ അല്ലേ. ഫസ്റ്റ് റോ 1 ആക്കണം, എബോ ആൻഡ് ബിലോ 0 ആക്കണം, എ ഈക്വൽ ഐ എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നോ? റെഡി? അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാവുന്ന നമ്മളൊരു ഇക്വേഷനാണ്. ഒരു എ എന്ന മെട്രിക്സ് ഉണ്ട്, അതിന് ഇൻവേഴ്സ് എന്താ? എ റേസ് ടു -1. അതിന് ഇക്വേഷനാണ് 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ. എന്താണ് ഇൻവേഴ്സ് കാണുന്ന ഇക്വേഷൻ? എന്താണ്? എ റേസ് ടു -1 ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ. ഇപ്പോൾ ബി റേസ് ടു -1 എന്താ? ബീൻ്റെ ഇൻവേഴ്സ് എന്താ? ബി ഇൻവേഴ്സ് എന്താ? 1 ഡിറ്റർമിനൻ്റ് ബി ഇൻറ്റു അഡ്ജോയിൻ്റ് ബി അല്ലേ. ഇനിയിപ്പോൾ എ ബിൻ്റെ ഇൻവേഴ്സ് എന്താ? എ ബി ഇൻവേഴ്സ് 1 ഡിറ്റർമിനൻ്റ് എ ബി ഇൻറ്റു അഡ്ജോയിൻ്റ് എ ബി. അത്രയൊക്കെ ഉള്ളൂ. എടി ഇവിടെ എന്താണെന്ന് തന്നിട്ടുള്ളത് അതൊക്കെ ഇവിടെ വരും. സോ ഇൻവേഴ്സ് കാണുന്ന ഇക്വേഷൻ എന്താണ്? എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്, വേർ ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0, എ ഇൻവേഴ്സ് എക്സിസ്റ്റ്. അന്ന് സംഭവം ഇവിടെ ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആവണം, എന്നാലേ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ശരിയല്ലേ? ഇവിടെ ഇത് 0 ആവുകയാണെങ്കിൽ 1/0 എന്താ? 1/0 നോട്ട് ഡിഫൈൻഡ് ആയി പോലെ. അപ്പോൾ എ ഇൻവേഴ്സിന് ഒരു ആൻസർ കിട്ടണമെങ്കിൽ, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ 0 ആവണം. ഡിറ്റർമിനൻ്റ് എൻ്റെ വാല്യൂ എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. 0 വന്നാൽ എന്താണ്? എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. അതുപോലെ ഒരു പോയിന്റ് മനസ്സിലാക്കുക, ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ 0 അതിൻ്റെ പേര് പറയും നോൺ സിംഗുലാർ. നോൺ സിംഗുലാർ ഇത് CBSE ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ഒരു പോയിൻ്റാണ്, ഡിറ്റർമിനൻ്റ് എ ഈക്വൽ 0 ആവുകയാണെങ്കിൽ അതിനെന്താ പറയുക? സിംഗുലാർ. അപ്പോൾ ഒരു മെട്രിക്സ് എന്നിട്ട് അത് സിംഗുലർ ആണോ നോൺ സിംഗുലർ ആണോ നോക്കുന്നത് ചെയ്യേണ്ടത്, അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 കിട്ടുകയാണെങ്കിൽ അത് സിംഗുലർ ആണ്. ഡിറ്റർമിനൻ്റ് വാല്യൂ 0 അല്ലെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? നോൺ സിംഗുലർ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇൻവേഴ്സ് കാണുന്ന ഇക്വേഷൻ എന്താ? എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ, അല്ലെങ്കിൽ ബി ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് ബി ഇൻറ്റു അഡ്ജോയിൻ്റ് ബി. ഇനി ഇത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് 0 ആവാൻ പാടില്ല. ഡിറ്റർമിനൻ്റ് എൻ്റെ ആൻസർ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ എ എന്തായിരിക്കണം? നോൺ സിംഗുലാർ ആയിരിക്കണം. എന്നാൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ? എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. റെഡി? നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെയ്ത് നോക്കുക ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുക, ഒരു എ എന്ന മെട്രിക്സിനാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഈ സാധനം നമുക്ക് കണ്ട് പരിചയമുണ്ട്. എ ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. നമ്മൾ പണ്ട് ബനിയനൊക്കെ ഊരുന്ന ആ സംഭവം ഉണ്ടില്ലായിരുന്നോ? ഓക്കെ, അതേപോലെ തന്നെ എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇത് ഷോ ചെയ്യണം വേർ എ ഈക്വൽ ടു
1 0 2 3 and B equal to 1 5 0 1. എയും ബി തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ എന്താണ്? എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എൽ എച്ച് എസ് എടുക്കാം. എൽ എച്ച് എസ് എന്താ? എ ബി എൽ എച്ച് എസ് എന്താണ്? എ ബി ഓൾ ഇൻവേഴ്സ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ എ ഇൻറ്റു ബി ആദ്യം കണ്ടുപിടിക്കണം. എന്താ എ ബി വരാ? എ ബി പറഞ്ഞാൽ എ ഇൻറ്റു ബി 1 0 2 3. ബി എന്താണ്? 1 5 0 1. സോ എന്ത് കിട്ടി? എ ബി കണ്ടുപിടിച്ചു. മൾട്ടിപ്ലൈ നമുക്കറിയാലോ ഇങ്ങനെ അല്ലേ? ഫുൾ ജാർ സോഡ മിക്സ് ചെയ്യുക. 1 ഇൻറ്റു 1 1 പ്ലസ് 0 ഇൻറ്റു 0 0 1 പ്ലസ് 0 1. നെക്സ്റ്റ് ഇവിടെ 1 ഇൻറ്റു 5 5 പ്ലസ് 0 ഇൻറ്റു 1 0 5 പ്ലസ് 0 5. നെക്സ്റ്റ് 2 ഇൻറ്റു 1 2 പ്ലസ് 0 2 10 പ്ലസ് 3 13. സോ എന്ത് കിട്ടി? എ ബി കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? എ ബി ഓൾ ഇൻവേഴ്സ്. എ ബി ഓൾ ഇൻവേഴ്സ് കാണാൻ എന്താ? 1 ബൈ ഡിറ്റർമിനൻറ്റ് എ ബി ഇൻറ്റു അഡ്ജോയിൻറ്റ് എ ബി. റെഡി? ഇതാണ് നമ്മൾ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആദ്യം അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കണോ? വേണ്ട. കാരണം ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ബി ആണ്. അത് 0 ആണോ അല്ലേ നോക്കണം. 0 ആയാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്? ഡിറ്റർമിനൻറ്റ് എ ബി കണ്ടുപിടിക്കുക. ആദ്യം ഡിറ്റർമിനൻറ്റ് എ ബി കണ്ടുപിടിക്കുക. സോ ഡിറ്റർമിനൻറ്റ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഏതാണ്? എ ബി ഇതാണ് 1 5 2 13 1 5 2 13. സോ എന്താ ആൻസർ? ഡിറ്റർമിനൻറ്റ് എ ബി ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 13 മൈനസ് 2 ഇൻറ്റു 5 10. എത്ര കിട്ടി ആൻസർ? 3 കിട്ടി. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എ ബി ഓക്കെ, അത് കിട്ടി. ഇത് നമുക്ക് എന്താ വേണ്ടത്? അഡ്ജോയിൻറ്റ് എ ബി. ഇവിടെ നോക്കുക, എ ബി 2/2 അല്ലേ? 2/2 എന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ ട്രിക്ക് ഉണ്ടല്ലോ. ഉണ്ട്. സോ അഡ്ജോയിൻറ്റ് ഓഫ് എ ബി ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കുക? 2/2 ആയതുകൊണ്ട് അതിന് ട്രിക്ക് ഉണ്ട്. എന്താണ്? ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇവിടെ 13ഉം ഇവിടെ 1ഉം നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുക അല്ലെ? ഓപ്പോസിറ്റ് എടുക്കുക. എന്താ? പോസിറ്റീവ് 5ൻ്റെ നെഗറ്റീവ് 5, പോസിറ്റീവ് 2ൻ്റെ നെഗറ്റീവ് 2. അപ്പോൾ അഡ്ജോയിൻറ്റും കിട്ടി. സോ വാട്ട് ഈസ് എ ബി ഓൾ ഇൻവേഴ്സ്? എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനൻറ്റ് എ ബി. ഡിറ്റർമിനൻറ്റ് എ ബി എന്താ കിട്ടിയത്? 3. മെട്രിക്സ് അഡ്ജോയിൻറ്റ് എ ബി. അഡ്ജോയിൻറ്റ് എ ബി എന്താണ്? 13 മൈനസ് 5 മൈനസ് 2 1. വേണമെങ്കിൽ അത് 1/3 ഉള്ളോട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടി? എൽ എച്ച് എസ് കിട്ടി. നെക്സ്റ്റ് എന്താ വേണ്ടത്? ആർ എച്ച് എസ്. നെക്സ്റ്റ് നമുക്ക് ആർ എച്ച് എസ് കണ്ടുപിടിക്കണം. എന്താ ആർ എച്ച് എസ്? ആർ എച്ച് എസ് എന്താ? ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. സോ ഫസ്റ്റ് ബി ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ബി ഇൻവേഴ്സ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനൻറ്റ് ബി ഇൻറ്റു അഡ്ജോയിൻറ്റ് ബി. ഇതാണ് ബി ഇൻവേഴ്സ് കാണുന്ന ഇക്വേഷൻ. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഡിറ്റർമിനൻറ്റ് ബി കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ഡിറ്റർമിനൻറ്റ് ബി? ഡിറ്റർമിനൻറ്റ് 1 5 0 1 1 5 0 1. അത് ക്രോസ് മൾട്ടിപ്ലൈ എന്താ വെച്ചാൽ 1 മൈനസ് 0 1 കിട്ടി. ഇനി അഡ്ജോയിൻറ്റ് ബി കണ്ടുപിടിക്കാമല്ലോ അല്ലേ? 2/2 കൊണ്ട് എളുപ്പമാണ്. ഇൻ്റർചേഞ്ച് ചെയ്യുക. ഡയഗണൽസ് ഇൻ്റർചേഞ്ച് ചെയ്തു. ഇവിടെ 1ഉം ഇവിടെ 1 തന്നെ. ഓഫ് ഡയഗണൽസ് ഓപ്പോസിറ്റ് സൈന് -5 ഇവിടെ 0. അപ്പോൾ അതും കിട്ടി. സോ ബി ഇൻവേഴ്സ് എന്ത് കിട്ടി? 1/1 ഇൻറ്റു 1 മൈനസ് 5 0 1. 1/1 1 ആണ്, പ്രശ്നമില്ല. നെക്സ്റ്റ് എന്താണ്? എ ഇൻവേഴ്സ്. ഹൗ ടു ഫൈൻഡ് എ ഇൻവേഴ്സ്? 1 ബൈ ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ. ഇതാണ് എ ഇൻവേഴ്സ്. ഫസ്റ്റ് ഡിറ്റർമിനൻറ്റ് എ കണ്ടുപിടിക്കുക. എന്താ ഡിറ്റർമിനൻറ്റ് എ? ഡിറ്റർമിനൻറ്റ് 1 0 2 3. എന്താ ആൻസർ വരിക? 3 മൈനസ് 0 3 എന്ന് കിട്ടിയ ആൻസർ. അങ്ങനെയാണെങ്കിൽ അഡ്ജോയിൻറ്റ് എ എന്താ?
അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു മെട്രിക്സ് ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക 3ഉം 1ഉം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ ഓപ്പോസൈന് 0ൻ്റെ ഓപ്പോസൈൻ എന്താ 0 തന്നെ 2ൻ്റെത് -2. അപ്പോൾ അഡ്ജോയിൻ്റ് എ കിട്ടി. ദെർഫോർ എ ഇൻവേഴ്സ് എന്ന് കിട്ടി. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു 1 ഡിറ്റർമിനൻ്റ് എ 3 ഇൻറ്റു അഡ്ജോയിൻ്റ് എ. അഡ്ജോയിൻ്റ് എ എന്താണ് 3 0 -2 1. ഇടി കഴിഞ്ഞോ? ഇല്ല. നമുക്കെന്ത് വേണം? ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. സോ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എന്താണ് 1/1, അത് 1 ആണ് പോട്ടെ, 1 - 5 0 1 ഇൻറ്റു എ ഇൻവേഴ്സ് 1/3 ഇൻറ്റു 1/3 ഇൻറ്റു 3 0 -2 1 3 0 -2 1. സോ എന്നിട്ട് ആൻസർ 1/3 ഇവിടെ ഞാൻ എഴുതി. ആ മെട്രിക്സ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 3 3 പ്ലസ് -5 × -2 10, സോ 13. 0 -5 -5 0 -2 -2 0 + 1 1. റെഡി? അപ്പോൾ 1/3 ഇൻറ്റു 13 -5 -2 1. രണ്ട് സെയിം അല്ലേ? സോ LHS ഈക്വൽ ടു RHS, ഹെൻസ് വെരിഫൈഡ്. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു? എങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു? ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് അപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻസ്. അത് വരുന്ന സംഭവമാണ്. നമുക്ക് കുറച്ച് ഇക്വേഷൻ തരും, എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ പിടിക്കാൻ പറയും. ദ സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ബൈ യൂസിങ് ഡിറ്റർമിനൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു ഇക്വേഷൻ തരാണ് a1x + b1y + c1z = d1. ഇതൊരു ലീനിയർ ഇക്വേഷനാണ്. റെഡി? നെക്സ്റ്റ് ഇക്വേഷൻ തരാണ് a2x + b2y + c2z = d2. നെക്സ്റ്റ് a3x + b3y + c3z = d3. പിന്നെ 3 ഇക്വേഷൻ തന്നു. പിന്നെ 3 ഇക്വേഷൻ ഉണ്ട്. അതിൽ നിന്ന് എക്സ് വൈ സെഡ് ഈ സൊല്യൂഷൻ പിടിക്കാൻ പറയാം. അത് ചെയ്യാനുള്ള ഇക്വേഷനാണ്, ശ്രദ്ധിച്ചോളൂ. a1 b1 c1 a2 b2 c2 a3 b3 c3 ഇതൊക്കെ എന്താണ്? വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസിനെ ഞാൻ എ എന്ന മെട്രിക്സിനോട് ഡിനോട്ട് ചെയ്യുകയാണ്. എന്താണ്? വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസിനെ ഞാൻ എന്താണ് എ എന്ന മെട്രിക്സിനോട് ഡിനോട്ട് ചെയ്യുകയാണ്. ഇതൊക്കെയാണ് a1 b1 c1 a1 b1 c1 a2 b2 c2 a3 b3 c3. അപ്പോൾ എന്തായി? എ എന്ന മെട്രിക്സ് പറഞ്ഞു. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നതാണ് ഇതിൻ്റെ കൂടെ എന്നുള്ള വേരിയബിൾസിലുള്ളത്. വേരിയബിൾസിനെ ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്നും കൊണ്ട് യൂസ് ചെയ്യണം. ക്യാപിറ്റൽ ലെറ്റർ എക്സ് വൈ സെഡ് അങ്ങനെ ഇതോ ഇല്ല. അതിന് പകരം ഞാൻ അതിനെ കോളം മെട്രിക്സ് ആക്കിയതാണ് എക്സ് വൈ സെഡ്. ഏത് മെട്രിക്സ് എന്താണ്? വേരിയബിൾസിൻ്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്. ക്യാപിറ്റൽ എക്സ് എന്താണ്? വേരിയബിൾ മെട്രിക്സ് ആണ്. ഇനി ഇവിടെ എന്തുണ്ട്? കോൺസ്റ്റൻറ്റ്. അതിനെ ബി എന്ന് പറയാണ്. ബി എങ്ങനെയാണ്? d1 d2 d3. എങ്ങനെ? d1 d2 d3 അല്ലേ? ഫസ്റ്റ് എന്താ ഉള്ളത്? വേരിയബിൾസിൻ്റെ കൂടാരമുള്ളത് എ എന്ന മെട്രിക്സ് ഉണ്ട്, പിന്നെ വേരിയബിള്, പിന്നെ കോൺസ്റ്റൻറ്റ്. ഇതാണെന്ത് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് എക്സ് ആണ് വേണ്ടത്. അപ്പോൾ എനെ ഒഴിവാക്കണം. അപ്പോൾ അത് മെട്രിക്സിൽ നമ്മളിങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്നില്ല. ഇല്ല, നമ്മൾ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുക. ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ എന്താ തരാം? ഡിവൈഡ് ബൈ എ എന്ന്. മെട്രിക്സിലൊന്നുമില്ല, ഡിവിഷൻ ഇല്ല. ഡിവൈഡ് ബൈ എനെ നമുക്ക് എന്താ പറയാം? എ ഇൻവേഴ്സ് എന്ന് പറയാം. അതല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. എ ഇൻവേഴ്സ് എന്താ? ഐൻ്റെ എക്സ് എന്താ? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. റെഡി? മനസ്സിലായിട്ടില്ല? അതൊന്നും വേണ്ട, ഈ ഇക്വേഷനും വേണ്ട, ഇത് മാത്രം പഠിച്ചാൽ മതി. എന്താണ്? എക്സ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി.
ഗ്യാരണ്ടിയാണ്. 3 മാർക്ക് 4 മാർക്ക് എന്തായാലും എക്സാമിന് ഇത് ചോദിച്ചിരിക്കും. 2 പ്രോബ്ലം ഇതെങ്കിൽ മനസ്സിലാവും. ക്ലിയർ? ഓക്കെ. ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നാൽ അതിൽ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൽ നിന്ന് എക്സ് വൈ സെഡ് കണ്ടുപിടിക്കുക. അതിൻ്റെ ഇക്വേഷൻ ആണെന്ത്, ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, സോൾവ് 2x - y ഈക്വൽ -2 ആൻഡ് 3x + 4y ഈക്വൽ 3 ബൈ മെട്രിക്സ് മെത്തഡും തരും. ബൈ മെട്രിക്സ് മെത്തഡ് എന്ന് അവർ പറയും. റെഡി? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ ഗിവൺ ഡാറ്റ ഒന്ന് എടുത്ത് ചെയ്താൽ. എന്താ ഗിവൺ ഡാറ്റ? 2x - y ഈക്വൽ ടു -2. നെക്സ്റ്റ് ഇത് താഴെ തന്നെ എടുത്ത് എന്താണ്, 3x + 4y ഈക്വൽ ടു 3. റെഡി? എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ ബേസിക് ഇക്വേഷൻ എന്താ, ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് എഴുതാം. ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇനി നമുക്കിവിടെ ഏതാ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്, എ ഇൻവേഴ്സ്, പിന്നെ ബി കണ്ടുപിടിക്കണം. ഇനി ഫസ്റ്റ് ചെയ്യേണ്ടത് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ? ഇത് ഫസ്റ്റ് കണ്ടുപിടിക്കണം. എ ഇൻവേഴ്സ് ആണുള്ള ഇക്വേഷൻ എന്താ, 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ അല്ലേ? എക്സ് ഈക്വൽ എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നാണ്. അത് കഴിഞ്ഞിട്ട് അത് ഈ എക്സ് കണ്ടുപിടിക്കാൻ ആദ്യം തരണം, എ ഇൻവേഴ്സ് തരണം. അപ്പോൾ എ ഇൻവേഴ്സ് കാണുന്ന ഇക്വേഷൻ എന്താ, എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ. അപ്പോൾ ആദ്യം എ എന്താ പറയണ്ടേ, എ എന്ന മെട്രിക്സ് എന്താ ഇവിടെ, എ എന്ന മെട്രിക്സ് എന്താണ്, കോവിഷ്യൻസ് ഏതൊക്കെയാണ്, 2 - 1 2 - 1 3 4 അല്ലേടോ? ഏതാണ് എന്താ, വേരിയബിൾസിൻ്റെ കൂടുതലുള്ള ആൾക്കാർ 2, ഇവിടെ എന്താ -1, ഇവിടെ 3, ഇവിടെ 4. ഇനി ആദ്യം എന്ത് ചെയ്യണം, ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കണം. എന്താ ഡിറ്റർമിനന്റ് എ വരാ, ഡിറ്റർമിനന്റ് എ, ഡിറ്റർമിനന്റ് 2 - 1 3 4. ഇത് ക്രോസ് 8 - -3. ഇപ്പോൾ റിട്ടേൺ ആൻസർ 11 കിട്ടിയ ആൻസർ. ഡിറ്റർമിനന്റ് എ കിട്ടി, 11 കിട്ടി. അപ്പോൾ ഡിറ്റർമിനന്റ് എ കിട്ടി. നെക്സ്റ്റ് അഡ്ജോയിൻറ്റ് എ കണ്ടുപിടിക്കണം. എങ്ങനെ അഡ്ജോയിൻറ്റ് എ കണ്ടുപിടിക്കുക, നമുക്കറിയാം 2/2 മെട്രിക്സ് അല്ലേ. 2/2 മെട്രിക്സിൽ നിന്ന് അഡ്ജോയിൻറ്റ് ഡയറക്റ്റ് കിട്ടില്ലേ? എന്താ ചെയ്യേണ്ടത്, ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സൈൻ ഓപ്പോസിറ്റ് എടുക്കുക. ഇവിടെ എന്താ ആൻസർ വരാം, ഈ 2ഉം 4 ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇവിടെ 4 ഇവിടെ 2. ഈ -1 എന്ന് ചെയ്യുക, ഓപ്പോസിറ്റ് സൈന് +1, +3 -3 ആക്കിയത്. അപ്പോൾ അഡ്ജോയിൻറ്റ് എയും കിട്ടി. ഇനി എന്താണ്ട് എ ഇൻവേഴ്സ് കിട്ടിയല്ലോ. ദെർഫോർ എ ഇൻവേഴ്സ് കിട്ടി 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ. 4 1 -3 2. എ ഇൻവേഴ്സ് കിട്ടി. അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് കിട്ടി. സിമ്പിളാണല്ലോ. ദെർഫോർ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു 1/11 ഇൻറ്റു 4 1 -3 2 എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ബി എന്താണ്, ആ കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു കഴിഞ്ഞുള്ളത് ഏതൊക്കെയാണ്, -2ഉം 3ഉം, -2ഉം 3ഉം. ഈ മൾട്ടിപ്ലൈ നിങ്ങൾക്ക് അറിയാമല്ലോ, 1/11 മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെയാണ്, 4 ഇങ്ങനെ. എന്താ 4 × -2 -8 പ്ലസ് 1 × 3 3. എത്ര ആൻസർ, -8 + 3 എത്ര -5. റെഡി? നെക്സ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞു. -3 × 2 6 പ്ലസ് 2 × 3 6. എത്ര ആൻസർ, 12 എന്ന് കിട്ടി. ഉള്ളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യാപിറ്റൽ എക്സ് കിട്ടി. ഉള്ളോട് ഇത് മൾട്ടിപ്ലൈ ഉള്ളോടേക്ക് എന്താ ആൻസർ, -5 / 11 12 / 11. ഇത് നമുക്ക് എന്താ അറിയാം, ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ എക്സ് എന്താ, എക്സ് വൈ. നമുക്കെന്ത് കിട്ടി, -5/11 12/11. ദെർഫോർ എക്സ് എന്താണ്, എക്സ് ഈക്വൽ ടു -5/11 ആൻഡ് വൈ ഈക്വൽ ടു 12/11. ക്ലിയർ അല്ലേ? സിമ്പിളാണ്. എക്സ് ഈക്വൽ എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് എഴുതി, എ ഇൻവേഴ്സ് കാണുന്ന ഇക്വേഷൻ എഴുതി, ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കൂ. എന്നിട്ട് എന്ത് ചെയ്തു, അഡ്ജോയിൻറ്റ് എ കണ്ടുപിടിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ. റെഡി? ഇതാണെന്ത് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇത് തന്നു, ചെക്ക് ദി കൺസിസ്റ്റൻസി ഓഫ് ദി ലീനിയർ ഇക്വേഷൻ. ഈ ലീനിയർ ഇക്വേഷൻ്റെ കൺസിസ്റ്റൻസി എന്താ, കൺസിസ്റ്റൻസി പറഞ്ഞാൽ എക്സിനും വൈനും വാല്യൂ ഉണ്ടോ എന്ന്. എക്സിനും വൈനും വാല്യൂ ഉണ്ടോ എന്ന് നോക്കാൻ ഇത് ഫുള്ളും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്താൽ മതി,
ഡിറ്റർമിനൻ്റ് എ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കുമ്പോൾ 0 അല്ലെങ്കിൽ അതിനെന്തുണ്ടാവും, എക്സിന് വാല്യൂ ഉണ്ടാവും. അപ്പോൾ അത് കൺസിസ്റ്റൻസ് ആണ്. ഡിറ്റർമിനൻ്റ് എ നോട്ട് 0 ആകുമ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആണ്. ഡിറ്റർമിനൻ്റ് എ ഈക്വൽ 0 ആണെങ്കിൽ എന്താണ്, ഇൻകൺസിസ്റ്റൻ്റ് ആണ്. എന്താണ്, എക്സിന് വാല്യൂ ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻറ്റും എക്സിന് വാല്യൂ ഇല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻറ്റും. റെഡി. എക്സിന് വാല്യൂ ഉണ്ടാവുക എപ്പോഴാണ്, ഡിറ്റർമിനൻ്റ് എൻ്റെ വാല്യൂ 0 അല്ലെങ്കിലാണ് എക്സിന് വാല്യൂ ഉണ്ടാവുള്ളൂ. റെഡി. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യമൊക്കെ റെഡി ആണല്ലോ. എക്സ് ഈക്വൽ എ ഇൻവേഴ്സിന് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കിട്ടി. റെഡി. അതിന് നമുക്കൊരു 3/3 ഉള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു 3/3 മെട്രിക്സിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. സോൾവ് 2x + y + z = 1, x - 2y - z = 3/2, 3y - 5z = 9 ബൈ മെട്രിക്സ് മെത്തേഡ് ചെയ്യണം. നമുക്കറിയാം എങ്ങനെയാണ് എക്സ് കാണുന്ന ക്വസ്റ്റ്യൻ എന്താ, ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. ഇവിടെ നമുക്ക് ആദ്യം എ ഇൻവേഴ്സ് എടുക്കണം. എന്താ എ ഇൻവേഴ്സ് കാണുന്ന ക്വസ്റ്റ്യൻ എന്താ, 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ എന്നാണ്. ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്, അപ്പോൾ എ ഇൻവേഴ്സ് കാണാൻ ആദ്യം എന്ത് പറയണം, ഡിറ്റർമിനൻ്റ് എ അറിയണം. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ എന്താ നമുക്കറിയാലോ. എന്താ എ, കോഎഫിഷ്യൻസ് 2 1 1 2 1 1. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1, ഇവിടെ എക്സിന് വൈൻ്റെ കോഎഫിഷ്യൻ്റ് -2, ഇവിടെ സെറ്റിൻ്റെ കോഎഫിഷ്യൻ്റ് -1. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ എക്സ് ഉണ്ടോ, ഇല്ല. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ അവിടെ 0. ശ്രദ്ധിക്കണേ, ഇവിടെ എക്സ് ഇല്ല, അതുകൊണ്ട് ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ് 0 ആണ്. വൈൻ്റെ കോഎഫിഷ്യൻ്റ് 3, സെറ്റിൻ്റെ കോഎഫിഷ്യൻ്റ് -5. റെഡി. നമുക്കറിയാലോ എന്താ ആൻസർ വരിക, ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 2 × 10 - -3 - 1 × ഇത് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ -5 - 0 × -1 0 പ്ലസ് 1 × റോയും കോളം ഒഴിവാക്കുമ്പോൾ 3 - 0. റെഡി. സോ ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 2 × 10 + 3 13, 2 × 13 26, -1 × -5 +5 +3. സോ ഡിറ്റർമിനൻ്റ് എ എന്ത് കിട്ടി, ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 26 + 31, 31ഉം 3ഉം 34. സോ ഒന്ന് ഡിറ്റർമിനൻ്റ് എ എന്ത് കിട്ടി, 34 കിട്ടി. അപ്പോൾ നമുക്കെന്ത് മനസ്സിലായി, ഇവിടെ എക്സിന് വൈന് വാല്യൂ ഉണ്ട്. കാരണം ഡിറ്റർമിനൻ്റ് എൻ്റെ ആൻസർ 0 ആണോ, അല്ല. ഡിറ്റർമിനൻ്റ് എൻ്റെ ആൻസർ എന്തല്ല 0 അല്ല. സോ കൺസിസ്റ്റൻ്റ് ആണ്. റെഡി. കൺസിസ്റ്റൻസി എന്താണ്, എക്സിന് വാല്യൂ ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻസിയാണ്, എക്സിന് വാല്യൂ ഇല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസിയാണ്. സോ ഡിറ്റർമിനൻ്റ് എ എന്ത് കിട്ടി, 34 കിട്ടി. ഓക്കെ, ഡിറ്റർമിനൻ്റ് എ 34 കിട്ടി. ഇനി അഡ്ജോയിൻ്റ് എ കണ്ടുപിടിക്കണം. എങ്ങനെ അഡ്ജോയിൻ്റ് എ കണ്ടുപിടിക്കുക, അഡ്ജോയിൻ്റ് എ കണ്ടുപിടിക്കുന്നത് ചെയ്യേണ്ടത്, ഇവിടെ എന്താണ് 3/3 അല്ലേ. 3/3 ഇങ്ങനെ ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് കിട്ടുമോ, ഇല്ല. അങ്ങനെയാണ് ആ ബ്രെഡ് വെച്ചുള്ള പരിപാടിയാണ്. അതിൽ നിന്ന് എന്താ കിട്ടുക, കോഫാക്ടർ. ഇവിടെ എന്താ ചെയ്യേണ്ടത്, കോഫാക്ടർ ഓഫ് എ. കോഫാക്ടർ കിട്ടിയാൽ അഡ്ജോയിൻ്റ് കിട്ടും. അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. ഇവിടെ ഏതൊക്കെയാണ് ഉള്ളത്, ഞാൻ അവിടെ സൈഡിൽ ചെയ്യാണ്. 2 1 1 1 - 2 -1 0 3 -5 0 3 -5. ഇത് 4 പ്രാവശ്യം ഇതാണ്. 2 1 1 1 - 2 -1 0 3 -5 2 1 1 1 - 2 -1 0 3 -5 2 1 1 1 - 2 -1 0 3 -5. എന്താ ചെയ്യേണ്ടത്, ഔട്ടർ വാൾ കട്ട് ചെയ്യുക, പിന്നെ ക്രോസ് ചെയ്യുക. എന്താ സാറാ 10 - -3 13 കിട്ടും ആൻസർ, 13. നെക്സ്റ്റ് 0 - -5, സോ +5. നെക്സ്റ്റ് 3 - 0 3. നെക്സ്റ്റ് 3 - -5 3 - -5 8. 10 - 0 -5 × 2 -10 -0, so -10. Next 0 - 6 -6 -1 -1 -2 1. Next 1 - -2 3. Next
-4 -1 -5 -5 ഇപ്പോൾ ഒന്ന് കിട്ടി, കോഫാക്ടർ കിട്ടി. കോഫാക്ടർ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? അഡ്ജോയിൻ്റ് കിട്ടും. അഡ്ജോയിൻ്റ് ഏത് തരാം? അഡ്ജോയിൻ്റ് എന്താ ചെയ്യേണ്ടത്? തല തിരിച്ച് ചെയ്താ 13 5 3 8 -10 -6 1 3 -5. അപ്പോൾ അഡ്ജോയിൻ്റ് എയും കിട്ടി. സോ അഡ്ജോയിൻ്റ് എയും കിട്ടി. അപ്പോൾ എ ഇൻവേഴ്സ് ഓക്കെ ആയല്ലോ. എ ഇൻവേഴ്സ് ഓക്കെ ആയി. ഇനി നമുക്കെന്താ ചെയ്യേണ്ടത്? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു 1 അല്ലേ, എ ഇൻവേഴ്സ് നമുക്കറിയാലോ. എന്താ എ ഇൻവേഴ്സ്? എന്താ 1 ഡിറ്റർമിൻഡ് എ 1/34 അല്ലേ. 1 ഡിറ്റർമിൻഡ് അഡ്ജോയിൻ്റ് എ എന്താണ്? 13 8 1 5 -10 3 3 -6 -5. ഇതാണെന്ത്? എ ഇൻവേഴ്സ് അല്ലേ. 1 ഡിറ്റർമിൻഡ് എ ഇൻറ്റു അഡ്ജോയിൻ്റ്. ഓക്കെ. എന്താ ബി? ബി എന്താണ്? ബി എന്താണ്? 1 3/2 9 1 3/2 9. റെഡിയല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്യാൻ അറിയാലോ. അപ്പോൾ എന്താ ആൻസർ വരിക? എക്സ് ഈക്വൽ ടു 1/3 നോക്കുക. 30 × 1 13 പ്ലസ് 8 × 3/2 2 8 ക്യാൻസൽ ആയി 4 4 × 3 12 പ്ലസ് 1 × 9 9. നെക്സ്റ്റ് 5 × 1 5 -10 × 3/2 -15 പ്ലസ് 3 × 9 27 3 × 1 3 -6 ഈ 2 കൂടെ കട്ട് ചെയ്യുമ്പോൾ 3 ഇപ്പോൾ 9 വരും. -9 -5 × 9 45. സോ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു 1/3 ഇൻറ്റു 1/34 ഇൻറ്റു 1/34 ഇൻറ്റു 1/34 ഇൻറ്റു ഇതിനനുസരിച്ച് എന്താ തരാം? ഇനി എന്ത് ചെയ്യുക? അത് ഉള്ളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്യാപിറ്റൽ എക്സ് നമുക്കറിയാം എന്താണ്? എക്സ് വൈ സെഡ് എന്നാണ്. ഉള്ളോട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ 1 കിട്ടും. ഇവിടെ കൊടുക്കുമ്പോൾ തരാം 17 ÷ 34 1/2 -3/2 എന്ന് കിട്ടും. Therefore x equal to 1, y equal to 1/2 and z equal to -3/2. റെഡി? ഇതെന്തായാലും എക്സാം ചോദിക്കും, ഗ്യാരണ്ടി ആണ്. ഇത്രയും കാര്യങ്ങളുള്ളൂ ഈ ടോപ്പിൽ വരുന്ന കാര്യങ്ങൾ. സോ എടുത്ത കാര്യം എന്താണ്? ഇന്ന് പഠിച്ച കാര്യമാണ്. ഫസ്റ്റ് അഡ്ജോയിൻ്റ്. അഡ്ജോയിൻ്റ് എന്താ? അഡ്ജോയിൻ്റ് ഈസ് ദി ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ. റെഡി? നെക്സ്റ്റ് നമ്മൾ പഠിച്ചു ഒരു ഡിറ്റർമിൻഡ് എൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിനെ സിംഗുലാർ എന്നും ഡിറ്റർമിൻഡ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ സിംഗുലാർ എന്ന് പറയും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പഠിച്ചത് എന്ത്? നമ്മളെങ്ങനെയാണ് ഒരു എക്സ് വൈ സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക? ബൈ യൂസിങ് മെട്രിക്സ്. അതിന് ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. റെഡി? അത് യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ എനിക്കൊരു ഇക്വേഷൻ തന്നു. ഫോർ എക്സാമ്പിൾ 2x + 3y = 1, x + 2y = 3. ഇവിടെ ചെക്ക് ദി കൺസിസ്റ്റൻസി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതിന് ചെക്ക് ദി കൺസിസ്റ്റൻസി എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്താ ചെയ്യേണ്ടത്? ഡിറ്റർമിൻഡ് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ക്വസ്റ്റൻ എന്താണ്? ചെക്ക് ദി കൺസിസ്റ്റൻസി ഓഫ് ദിസ് ലീനിയർ ഇക്വേഷൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡിറ്റർമിൻഡ് കണ്ടുപിടിക്കുക. ഡിറ്റർമിനൻ്റ് 2 3 1 2. എന്താ ആൻസർ വരിക? 4 - 3 1. സോ ഡിറ്റർമിൻഡ് ആൻസർ എന്താണ്? 1 ആണ്. എന്തല്ല? 0 അല്ല. 0 ആണെങ്കിൽ അതിനെന്തുണ്ടാവില്ല? എക്സിനും വൈനും സെഡിനും വാല്യൂ ഉണ്ടാവില്ല. അതിന് ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയും. ഇപ്പോൾ ഡിറ്റർമിൻഡ് എൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ 0 അല്ല. അതുകൊണ്ട് എന്തുണ്ട്? എക്സിനും വൈനും സെഡിനും ഒക്കെ എന്തുണ്ടാവും? എക്സിനും വൈനും ഇവിടെ എക്സും വൈ ഉള്ള എക്സിനും വൈനും എന്തുണ്ടാവും? സൊല്യൂഷൻ ഉണ്ടാവും. റെഡി? വാല്യൂ ഉണ്ടാവും. അതുകൊണ്ട് ഇത് കൺസിസ്റ്റൻ്റ് ആണ്. റെഡി? ഇപ്പോൾ ചെക്ക് ദി കൺസിസ്റ്റൻസി ചോദിച്ചാൽ ഈ കാര്യം മനസ്സിലാക്കുക. ക്ലിയർ?